പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങളുടെ ഹൃദയത്തിന് പോഷത്വം പറ്റുകയും നിങ്ങൾ നേർ വഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്തുകൊണ്ട്? ദൈവം നൂറ്റാണ്ടുകളായി, കാലാകാലങ്ങളായി മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ പല രീതിയിൽ മനുഷ്യരോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ആരും കൂട്ടാക്കാൻ, ദൈവത്തിൻ്റെ വാക്കുകളെ ഗണ്യമാക്കുവാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. സ്വന്തം വഴികളിൽ കൂടി അവർ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്രഹാമിനെ, അതായത് തേരഹ് തൻ്റെ പിതാവ്, വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി വിൽക്കുന്ന വ്യക്തി, അവനിൽ നിന്നും മാറ്റി അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര ചെയ്യുവാൻ കൽപ്പിച്ചു. അങ്ങനെയാണ് തൻ്റെ തലമുറയിൽ നിന്നും യഹൂദ വംശം ഉണ്ടാകുന്നത്. ആ വംശത്തെ ദൈവം തിരഞ്ഞെടുത്തു, സ്നേഹിച്ചു. ആ വംശത്തെ ദൈവം പല രീതിയിൽ നടത്തി. അവരനുഗ്രഹിക്കപ്പെട്ടിരിക്കുമ്പോഴൊക്കെയും ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ അനുഗ്രഹം തുടർമാനമായി അവർ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തെ മറന്നു പോകുവാനും ദൈവത്തിൽ നിന്ന് അകലുവാനും ഇടയായി. ദൈവത്തിന് അത് വളരെ വേദനയുണ്ടാക്കി. ഇവിടെ ദൈവം പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുക, അതായത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവം. ആരെങ്കിലും പറയുന്നത് കേട്ട് ആ നേർവഴി വിട്ട്, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വഴിയാണ് നേർവഴി, ആ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളുടെ പുറകെ പോയാൽ, അവരെ നമസ്കരിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് വിനയായിട്ട് മാറും. എന്നെ മാത്രം ആശ്രയിക്കുക, ഞാൻ മാത്രം ഏക സത്യദൈവം, എന്നിൽ മാത്രം വിശ്വസിക്കുക എന്നുള്ള പ്രമാണം വിടാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവരെ ദൈവം അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ആരെങ്കിലും ദൈവവചനം വിട്ടോ ദൈവപ്രമാണം വിട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ദൈവം കൽപ്പിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ മക്കളെ മടങ്ങി വരുവാൻ സഹായിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.